അടൂർ പ്രകാശിനും കടകംപള്ളി സുരേന്ദ്രനും ഈ ആന്റോ ആന്റണിക്കും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ് ഈ ചിത്രങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർത്ഥമായി ഈ രാഷ്ട്രീയ നേതാക്കളെ വെച്ച് കളിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ റോഷി? അരുൺകുമാർ, അതിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള ഉന്നതരുമായുള്ള ബന്ധം ഈ തട്ടിപ്പിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രനോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനോ ആന്റോ ആന്റണിക്കൊന്നും ഈ തട്ടിപ്പിൽ നേരിട്ട് ബന്ധം ഉണ്ടാകണമെന്നില്ല. അത് കണ്ടെത്തേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ആ കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ആന്റോ ആന്റണി അടക്കം ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. അതേസമയം തന്നെ ഇവരുമായുള്ള ആത്മബന്ധം സ്വാഭാവികമായും ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ടയാൾ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഘട്ടത്തിൽ. പിന്നീട് ശബരിമലയിൽ നിന്ന് ഒഴിവായതിനു ശേഷം, അവിടെ പൂജാകർമ്മങ്ങളിൽ നിന്ന് ഒഴിവായതിനു ശേഷവും അവിടെ ഒരു സ്പോൺസർ എന്ന ലേബലിൽ ആ ശബരിമല സന്നിധാനത്ത് നിറഞ്ഞു നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബന്ധങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ, അതൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുപ്പം സ്ഥാപിക്കാൻ ഒരു ഘടകമായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കടകംപള്ളി സുരേന്ദ്രനാകട്ടെ അടൂർ പ്രകാശാകട്ടെ എന്തിനിവർ നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോകുന്നു? അതും പ്രധാനപ്പെട്ട പദവികൾ, പ്രധാനപ്പെട്ട ജനപ്രതിനിധികളാണ്. ഒരാൾ ദേവസ്വം മന്ത്രിയാണ്. ഇവരൊക്കെ എന്തിനാണ് അവിടെ നിരന്തരം പോയത്? ഇവരൊക്കെ എന്തൊക്കെ പാരിതോഷികൾ കൈപ്പറ്റി, അതെന്താണ് എന്നൊക്കെ കൃത്യമായി ഇനി അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരും. ഇവർ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ, പുറത്തു വരുന്ന ഈ തെളിവുകൾ അത് നിഷേധിച്ച് മറ്റെന്തെങ്കിലും തരത്തിൽ അവിടെ ന്യായവാദങ്ങൾ ഉയർത്തുമ്പോൾ കുടുങ്ങുന്നത് അവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ, ഒപ്പം അടൂർ പ്രകാശ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അന്വേഷണ സംഘത്തിനും കുറച്ച് എളുപ്പമായിരുന്നു, പൊതുസമൂഹത്തിനും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഇത് പുതിയ ചിത്രങ്ങൾ, പുതിയ വീഡിയോകൾ ഒക്കെ പുറത്തു വരുമ്പോൾ ഇവർ മാത്രമല്ല കുടുങ്ങുന്നത്, ഇവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി കുരുക്കിലേക്ക് പോകുന്നു. അവരും സംശയമുനയിൽ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നേരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരുന്നു. UDFന്റെ അജണ്ടയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ യാഥാർത്ഥ്യം പറഞ്ഞില്ലെങ്കിൽ അത് LDFന് വലിയ കുരുക്കായി മാറുകയും ചെയ്യും. ഒരു സംശയമുള്ളത് റോഷി, ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാം. പ്രതിപക്ഷത്തിരിക്കുന്ന ആന്റോ ആന്റണിയെയും പ്രതിപക്ഷത്തിരിക്കുന്ന അടൂർ പ്രകാശിനെയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരൊക്കെ ഇനി അധികാരത്തിൽ വരുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ യഥാർത്ഥത്തിൽ റോഷി? ഈ പറയുന്ന എല്ലാ നേതാക്കളുമായിട്ടും ഒരു പിടി അകലത്തിൽ ബന്ധം സൂക്ഷിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ഓർമ്മയുണ്ട്, നേതാക്കന്മാർക്ക് ഓർമ്മയില്ലെങ്കിലും ആ ഓർമ്മ തന്നെയാണ് നേതാക്കൾക്ക് കുരുക്കായി തീരുന്നതും, അല്ലേ? ഈ മൊഴികളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടുണ്ടാവുമല്ലോ SITക്ക്. അരുൺകുമാർ, കാരണം വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിധേയമായതാണ്. ഒന്നിൽ കൂടുതൽ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ഘട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വ്യക്തത വരുത്താൻ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയതാണ്. അതുകൊണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുമായി ആത്മബന്ധമുണ്ട് എന്നൊക്കെ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോൾ വിശദാംശങ്ങൾ, ടെലിഫോൺ രേഖകളൊക്കെ നേരത്തെ ശേഖരിച്ചതാണ്, ഫോണടക്കം പരിശോധിച്ചതാണ്. അപ്പോൾ അതിൽ ഓരോ നേതാക്കളുമായും ഓരോ പ്രമുഖരുമായുള്ള ബന്ധങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ആദ്യമേ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ആ തെളിവുകൾ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം അത് നിഷേധിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധ്യവുമല്ല. ഇനി ഇവരൊക്കെ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ, ഈ പാരിതോഷികം, ഈ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ഒരു ഈന്തപ്പഴത്തിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയോ എന്നതിന്റെ ഉത്തരമാണ് ഇനി അന്വേഷണ സംഘം കണ്ടെത്തിയത്. ആ പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഇതൊന്നും അന്വേഷണ സംഘം നിഷ്കളങ്കമായി കാണുന്നില്ല. ഇതൊക്കെ പൊതുസമൂഹത്തെ ധരിപ്പിക്കണം. ഏതായാലും ഭരണം മാറിക്കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം ഉണ്ടാകില്ലെന്ന് അടൂർ പ്രകാശിന്റെ വാക്കുകളിലൂടെ ബോധ്യമാണ്. ആ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുരുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന തെളിവുകൾ, അത് മഹസർ മുതൽ ഇങ്ങോട്ട് ഒന്നൊന്നായി തെളിവുകൾ പുറത്തെത്തിച്ച റിപ്പോർട്ടർ TVയെ കൊടുക്കുമെന്നാണ് UDFന്റെ കൺവീനറായ അടൂർ പ്രകാശ് മുന്നറിയിപ്പ് നൽകുന്നത്. UDF അധികാരത്തിലെത്തിയാൽ കുടുങ്ങുക ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് കള്ളത്തരം പിടിക്കപ്പെടുന്ന സമയത്ത് ആ കള്ളത്തരം പുറത്തു കൊണ്ടുവരുന്ന ചാനലിന്റെ മണ്ടയ്ക്ക് കയറുക, അതാണ് അടൂർ പ്രകാശ് ഇന്നലെ ചെയ്തത്. ഇതേ കാര്യം തന്നെയാണ്. പക്ഷെ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ചാനൽ പൊട്ടിച്ചുകളയും എന്നൊന്നും പറഞ്ഞില്ല കടകംപള്ളി സുരേന്ദ്രൻ. എൻ്റെ ഓർമ്മ തെറ്റാണ്, ഇപ്പോൾ റിപ്പോർട്ടർ ആ ദൃശ്യം കാണിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞാൽ ഒരു തവണയെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, നൂലുകെട്ടിനാണോ പോയത് അതല്ല സപ്തതിക്കാണോ പോയത്? അപ്പോൾ സപ്തതിക്കാണ് പോയത്, ആ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ ഒരു തവണ പോയി എന്ന് പറഞ്ഞു.
അതാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ കുരുക്കായത്. ഇപ്പോൾ ഒരു തവണയല്ല, അടുത്ത തവണ പോയ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പുറത്തുവിടുന്നു. അത് കടകംപള്ളി സുരേന്ദ്രൻ, പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ ചാനൽ പൊട്ടിച്ചളയും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആ സംഭവം ശരിയാണ് എന്നുള്ളത് പിന്നീട് വന്ന് മാധ്യമങ്ങളെ കാണുകയാണ് ചെയ്തത്. ഇനി അടൂർ പ്രകാശ് പറഞ്ഞ ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് അടൂർ പ്രകാശ് ഇത് ഡൽഹിയിൽ ഇരുന്നാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. കണ്ടതിന് ശേഷം മാധ്യമം പുറത്തേക്ക് ചോദിച്ച സമയത്ത് അടൂർ പ്രകാശ് ഒരു വെല്ലുവിളി നടത്തി. അതുകൂടി ഒന്ന് കേട്ടിട്ടുണ്ട്. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിയും. എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല, ഒരു ഭയവും ഇല്ല. മാത്രമല്ല, ഞാൻ എന്തായാലും SITയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് കാലേ കൂട്ടി അറിയിക്കുന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട അടൂർ പ്രകാശ്, അങ്ങ് പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അങ്ങ് SITക്ക് മുൻപിൽ പോകുന്നതിന് മുമ്പ് എല്ലാ മാധ്യമങ്ങളെയും അറിയിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ അടൂർ പ്രകാശ് വന്നത് എങ്ങനെ? മാധ്യമങ്ങളെ അറിയിച്ചോ? മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞോ? ഇനി ഔദ്യോഗിക കാറിലാണോ? ഒന്നുമല്ലല്ലോ, സ്വകാര്യ കാറ് പിടിച്ച് നേരെ SITക്ക് വന്നു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചു. അതല്ലേ വാസ്തവം? എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് പ്രിയപ്പെട്ട അടൂർ പ്രകാശ്? ആദ്യം പറഞ്ഞു എനിക്ക് എൻ്റെ വോട്ടർ എന്ന നിലയിൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അത് തുരുതുരയായിട്ട് പണം വരുന്നു. ആദ്യത്തത് അന്നദാനമാണെങ്കിൽ, രണ്ടാമത്തത് വീട് വയ്ക്കുന്നതിൻ്റെ ആണെങ്കിൽ, മൂന്നാമത്തത് ബാംഗ്ലൂരുവിൽ ഫ്ലാറ്റിൽ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങുന്നത് ചിത്രത്തിൽ വന്നു അല്ലേ? ഗിഫ്റ്റ് വാങ്ങുന്നതടക്കം പുറത്തു വന്നു. അതും തീർന്നില്ല. പിന്നീട് വെഞ്ഞാറമൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ ഒരു കല്യാണത്തിൽ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളും റിപ്പോർട്ടർ പുറത്തുവിട്ടു. അപ്പോൾ ഒരു ചിത്രം എന്ന് പറഞ്ഞത് 4 ചിത്രം അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ വന്നു. മറുഭാഗത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു തവണ പോയി എന്ന് പറഞ്ഞു. രണ്ടാമത് പോയതിൻ്റെ ദൃശ്യവും ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടു. മാധ്യമങ്ങളെ അറിയിച്ചേ SITയുടെ മുന്നിൽ പോകൂ എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. അടൂർ പ്രകാശ് മാധ്യമങ്ങളെ അറിയിക്കാതെ SIT ഓഫീസിൽ പോയി. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. ഇതൊക്കെയാണ് വസ്തുത.